is a factors influencing attention അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് determinants of attention എന്നാണ്. So attention എന്ന ഒരു പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമുക്ക് രണ്ട് തരം ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സും മറ്റേത് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫാക്ടേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പുറമേ നടക്കുന്ന കാര്യങ്ങളും, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. സോ അങ്ങനെ രണ്ട് തരം ഫാക്ടേഴ്സ് നമ്മുടെ അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആദ്യം നോക്കാം. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റൻഷൻ എന്താണ്? ഒരു 10 ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇസ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിമുലസിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? ഭയങ്കര കളറുള്ള സാധനമാണെങ്കിൽ പെട്ടെന്ന് കേൾക്കത്തില്ല, അല്ലെ ഭയങ്കര ഒരു സൗണ്ട് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ഇന്റൻസിറ്റി ഈസ്. ഹൈലി ഇന്റൻസ് സ്റ്റിമുലൈ ആർ മോർ ലൈക്ലി ടു ക്യാപ്ചർ our attention and like large colorful objects grab our attention. അപ്പൊ എന്താണ്? ഇന്റൻസ് ആയിട്ടുള്ള സ്റ്റിമുലൈ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യും. രണ്ടാമത്തെ എന്താണ്? സൈസ്, അല്ലെ? സൈസ് നമുക്ക് ആലോചിച്ചാലേ അറിയാലോ. വലിയ സാധനങ്ങൾ എന്തായി കുറച്ചുകൂടെ പെട്ടെന്ന്. നമ്മൾ ഈ വലിയ ഫ്ലക്സ് ബോർഡ് ഒക്കെ വെക്കുന്നത് എന്തിനാ? അറ്റൻഷൻ കിട്ടാനാ, അല്ലെ? അത് വലിയതായിട്ട് വെക്കുമ്പോൾ നമ്മൾ എന്തായാലും എന്തായി നോക്കിപ്പോ. എന്നാൽ ചെറുതായിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നോക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ. സോ സൈസ് എന്ന് പറയുന്നതും എന്തായി? എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി. മൂന്നാമത്തെ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇൻവെൻഷൻ വേണം, നമുക്കൊരു പുതുമ വേണം, അതായത് നൊവാലിറ്റി. Novelty in sound, speech, visuals, etc. attracts attention. അതായത് പുതുമയുണ്ടെങ്കിൽ നമുക്ക് സ്വയമേ എന്ത് തോന്നും? അതെന്താന്ന് നോക്കാൻ ഒരു ആഗ്രഹം വരും, നമുക്കൊരു അറ്റൻഷൻ, നമ്മളൊരു അറ്റൻഷൻ കൊടുക്കും. ഓക്കെ. സോ novelty is the third factor. നെക്സ്റ്റ് എന്താണ്? ചേഞ്ച്. A difference is always observed. Difference in the style, color, size, technique. അപ്പം എന്താണ്? ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ശ്രദ്ധിക്കും, അല്ലെ? ഒരു മാറ്റമുണ്ട്. ഇപ്പം എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ട് വരുന്നിടത്ത് ഒരു കുട്ടി മാത്രം കളർ ഡ്രസ് ഇട്ട് വന്നാൽ ആ കുട്ടിയോട് ചോദിക്കില്ല, ആ കുട്ടിയെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ലേ? ചെയ്യും. അപ്പം ഒരു ഡിഫറൻസ് എവിടെയാണെങ്കിലും എന്തായി? നോട്ടീസ് ചെയ്യപ്പെട്ടു. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താ? മൂവ്മെന്റ്. മൂവിങ് ഓബ്ജെക്ട്സ് ആർ ലൈക്ലി ടു ക്യാച്ച് മോർ അറ്റൻഷൻ. നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡ് അനുസരിച്ച് ഫ്ലെക്സ് ബോർഡ്സിലും മാറ്റം വരുന്നുണ്ട്. പണ്ടൊക്കെ സ്റ്റിൽ ബോർഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോസും അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായി? LED ഡിസ്പ്ലേസ് ഒക്കെ ആയി. എന്തിനാ? കുറച്ചുകൂടെ അതിൽ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ, അതായത് അതിനൊരു ലൈവ്ലിനെസ് വരുമ്പോൾ എന്തായി? അത് പിന്നെയും കൂടുതൽ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യും. അതുകൊണ്ടാണ് ഈ മൂവ്മെന്റ് വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി വിപരീതമായിട്ട്. ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് കൊടുത്താൽ എന്തായി? ആ വൈറ്റ് നന്നായിട്ട് എടുത്ത് കാണും, അല്ലേ? സോ കോൺട്രാസ്റ്റ് ആവും. നന്നായിട്ട് എടുത്ത് കാണാന്ന് പറഞ്ഞാൽ എന്താ? അറ്റൻഷൻ പിടിച്ചു പറ്റിയെന്നായി, അല്ലേ? സോ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റിമുലൈ ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആർ മോർ അറ്റൻഷൻ ഗ്രാബിംഗ്. അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടും. പിന്നെ റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് സ്റ്റിമുലസ് ഡ്രോസ് അറ്റൻഷൻ. അതായത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, രണ്ടാം ശ്രദ്ധിച്ചില്ല, മൂന്നാം ശ്രദ്ധിച്ചില്ല, പക്ഷെ അതിങ്ങനെ പലവട്ടം കേട്ടുകൊണ്ടേ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, കണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്തായി? അത് അറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടും. ഓക്കെ. സോ റിപ്പീറ്റേഷൻ ഇസ് അനദർ ഫാക്ടർ. പിന്നെ എന്താണ്? ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐസൊലേറ്റഡ് സ്റ്റിമുലസ് വിൽ ബി നോട്ടിസ്ഡ് മോർ ഫ്രം അതേഴ്സ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. നമ്മളിപ്പോ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക, കുറേ ഫ്ലെക്സ് ബോർഡ്സ് വെച്ചിരിക്കുക, അതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യണമെന്നില്ല. എന്നാൽ അത് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അത് നോട്ടീസ് ചെയ്തേനെ, അതിന് അറ്റൻഷൻ കിട്ടിയേനെ. സോ ഐസൊലേഷൻ ഇസ് അനദർ ഫാക്ടർ. പിന്നെ എന്താണ്? ഡെഫിനറ്റ് ഫോം അല്ലെങ്കിൽ ക്ലാരിറ്റി. ക്ലിയർ പിക്ചർ ക്യാച്ചസ് അറ്റൻഷൻ ദാൻ എ ബ്ലർഡ് ഇമേജ്, അല്ലേ? നമുക്ക് എപ്പോഴും ക്ലാരിറ്റി വേണം. അത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇപ്പം ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാം എന്ത് വേണം? ക്ലാരിറ്റി വേണം, അല്ലേ? നല്ല ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തായാലും എന്തായി? അറ്റൻഷൻ ഒരു പ്രോബബിലിറ്റി കൂടുതലാണ്. പിന്നെ എന്താണ്? ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ സ്റ്റിമുലസ് ലിങ്കേഴ്സ് helps to catch attention. റിപ്പീറ്റേഷൻ പോലെ തന്നെയാണ്. പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് അത് കേൾക്കുന്ന ആ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷൻ എന്തായി? കൂടി വരുന്നു. അപ്പൊ എന്താ? അത് നാച്ചുറലി അറ്റൻഷൻ ഗ്രാബ് ചെയ്യും. ഓക്കെ. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഒന്നുകൂടെ പറയാം. ഇന്റൻസിറ്റി ഉണ്ട്, ഇന്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ഉണ്ട്, സൈസ് ഉണ്ട്, നൊവാലിറ്റി ഉണ്ട്, ചേഞ്ച് ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്, കോൺട്രാസ്റ്റ്, റിപ്പീറ്റേഷൻ, ഐസൊലേഷൻ, ക്ലാരിറ്റി ആൻഡ് ഡ്യൂറേഷൻ. ഇതാണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഇനി നമ്മൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്താണ്? നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും? അറ്റൻഡ് ചെയ്യും. വി പേ മോർ അറ്റൻഷൻ ടു തിങ്സ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ.
സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കണം നമ്മളെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ തന്നെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആസ് എ പേഴ്സൺ അത് അറ്റൻഷനെ എങ്ങനെ ബാധിക്കുന്നു. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ പുറമേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് വരുന്നത് എന്താ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ. രണ്ടാമത് വരുന്നത് എന്താ, മോട്ടീവ്സ്, നമുക്ക് നമ്മുടെ ഗോളുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ആ ഗോൾസ് ഇൻഫ്ലുവൻസ് വാട്ട് വി ഫോക്കസ് ഓൺ. നമുക്കിപ്പോ എന്താ പറയാ, പഠനത്തില് മീൻസ് എക്സൽ ചെയ്യണം, അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്, ആ കുട്ടി ജെനുവിൻലി എന്ത് ചെയ്യും, ടീച്ചർ പറയുന്നതും കേൾക്കും. ബിക്കോസ് അവരുടെ ആ കുട്ടിയുടെ ഗോൾ എന്താണ്, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ മോട്ടീവ്സ് എന്ത് ചെയ്യും, അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എന്താണ്, ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. എന്താണ്, സ്ട്രോങ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ടീച്ചർ പറയുന്ന ആ ഒരു രീതിയിൽ, ഇപ്പം നമ്മൾ എന്താ പറയാ എന്തിനേലും ഇമോഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിനൊരു അറ്റൻഷൻ വേറെ ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം എന്താ പറയാ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയാന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ പഠിപ്പിക്കുമ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആയിട്ട് പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ഇമോഷണൽ ആയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് വി പുട്ട് ഇൻ ടു എവറിത്തിങ്, നമുക്ക് പറയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞ് അത് എന്താ പറയാ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തായി, അതിന് അറ്റൻഷൻ തന്നെത്താൻ വരും. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഉണ്ട്, മോട്ടീവ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പിന്നെ എന്താണ്, ട്രെയിനിങ് ആൻഡ് ഹാബിറ്റ്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വി ഗിവ് ട്രെയിനിങ് ടു ബിൽഡ് അറ്റൻഷൻ ഹാബിറ്റ്സ്. നമ്മൾ ഇങ്ങനെ ഓൾറെഡി നമുക്ക് അറ്റൻഷൻ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ട്, നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ പറ്റും. തേർഡ് പറയുന്നത് എന്താണ്, ഡിസയർ. ഡിസയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമാണ് പൊതുവെ എന്താ പറയാ, നമുക്ക് പെന്നുകൾ ഇഷ്ടമാണെന്ന് വെച്ചോ, അപ്പൊ എന്താണ്, നമുക്ക് അതിനോട് ഉള്ളിൽ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കാണും ഈ സാധനങ്ങൾ എവിടെ ഇരുന്നാലും നമ്മളൊന്ന് എടുത്തു നോക്കും, നമുക്ക് കാണും. അങ്ങനെ ഉണ്ട് നമ്മുടെ തന്നെ എന്ത്, ഡിസയർ. പിന്നെ എന്താണ്, ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഇൻബോൺ ട്രെയ്റ്റ്സ് ഇൻഫ്ലുവൻസ് അറ്റൻഷൻ. അതായത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ട്രെയ്റ്റ്സ് എന്ത് ചെയ്യും, നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൈൻഡ് സെറ്റ്, ആ റെഡിനെസ് ഡിറ്റർമൈൻസ് അറ്റൻഷൻ. നമ്മൾ എന്താ പറയാ, ഒരു പുതിയ ഐഡിയ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട്, ഇപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് നല്ല മൈൻഡോട് കൂടി വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തായി, കുറച്ചുകൂടെ നല്ല അറ്റൻഷൻ കാണും. എന്നാൽ ഉച്ച കഴിഞ്ഞ് കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ എന്തായി, അത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ക്ലാസ്സസ്, ഇല്ല. സോ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാ ഇരിക്കുന്ന ക്ലാസ്സിൽ എന്നുള്ളത്, അതെന്ത് ചെയ്യും, അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ തന്നെ, നമ്മൾ ടയർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അറ്റൻഡ് ചെയ്യുന്നോ അത്രയും നമുക്ക് ടയർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കലി ഫാറ്റിക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ്, സോഷ്യൽ സജഷൻസ്. എന്താണ് സോഷ്യൽ സജഷൻസ് പറഞ്ഞാൽ, ബാക്കിയുള്ളവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എപ്പോഴും അറിയാൻ താല്പര്യം ഉണ്ടാവും. ഓക്കെ, സോ അതായത് ബാക്കിയുള്ളവർ പറയുന്നത് നമുക്ക് എന്തായി, ബാക്കിയുള്ളവർ പറഞ്ഞത് വെച്ച് നമ്മൾ നീ അത് കണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത വട്ടം പോകുമ്പോൾ എന്തായി, നമ്മുടെ അറ്റൻഷൻ അത് ഗ്രാബ് ചെയ്യും. അത് അവർ പറഞ്ഞ ആ സാധനം ഇതാ എന്ന് പറഞ്ഞ് അങ്ങനെ ഗ്രാബ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് സോഷ്യൽ സജഷൻസ് ആർ. സോ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഉണ്ട്, മോട്ടീവ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ട്രെയിനിങ് ആൻഡ് ഹാബിറ്റ് ഉണ്ട്, ഡിസയർ ഉണ്ട്, ഹെറിഡിറ്റി, മൈൻഡ് സെറ്റ്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ സജഷൻസ്. ഇതാണ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്.